രാവിലെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കടിയാണ് റവ. അത് എല്ലാവർക്കും അറിയാം റവയാണെന്ന്. പിന്നെ അത് കഴിഞ്ഞുള്ളത് എന്താ, വെറുതെ പറഞ്ഞാൽ മാത്രം മതി. അത് വേറെ ഇതല്ല, നമ്മൾ ഉഴുന്നു അരിയിട്ട് വയ്ക്കുന്ന ആ ഒരു ഇതാട്ടെ. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3 വിധത്തിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഒരാൾക്ക് ഇഡലിയാവും ഇഷ്ടം, ഒരാൾക്ക് ദോശയാവും ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ എനിക്ക് കുറച്ച് കട്ടി കൂടി ആ ഒരു സംഭവം അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ ആവും എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ ഈ ഒരു മാവ് അരച്ച് വെച്ചാൽ വേഗമുണ്ട്. പണി വേഗം ഒരുങ്ങും, ഉണ്ടാക്കാനും സുഖമാണ്, എല്ലാം കൊണ്ടും സുഖമാണ് കേട്ടോ. ഉഴുന്നുണ്ടായാൽ മാത്രം മതി. പക്ഷേ ഉഴുന്നിനൊക്കെ എന്താ വില അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രാവിലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ മടിയാണ്, വയ്യ അങ്ങനെയൊക്കെ ഇരുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ. ഓൽക്ക് വേണമെങ്കിൽ നമുക്ക് തലേന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ സുഖമാണല്ലോ. പിന്നുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ രാവിലെ നീക്കുമ്പോൾ മാവ് പൊങ്ങിയിട്ടില്ലേ എന്നൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് വന്നാൽ നോക്കണ പണി അതാണ്. ഭഗവാനെ ഇതിൻ്റെ മാവ് പൊങ്ങിയണമെന്ന്. അത് പൊങ്ങി കണ്ടാണ്ടല്ലോ ഒരു സമാധാനമാണ് കേട്ടോ. നമ്മളിപ്പോൾ കിടക്കാൻ നേരത്താണ് ഉഴുന്ന് അരച്ച് വയ്ക്കുക വെച്ചാൽ ഒരു ചെറു ചൂടുവെള്ളത്തിൽ ആ ഒരു മാവ് ഇറക്കി വെച്ചാൽ മതി കേട്ടോ, അത് പൊങ്ങിക്കോളും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ജോലിക്കാരൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് വന്നാലും നമുക്ക് വേണമെങ്കിൽ അരി ഇടാം. അതൊന്നൊരു അരി ഉഴുന്നൊക്കെ ഒരു കുറച്ചൊരു ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടാൽ വേഗം അത് ആയിക്കോളൂ കേട്ടോ. അപ്പം ഇനി മറന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു വിഷമമായി കരുതണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യം ഞാൻ ഇഡലി ഉണ്ടാക്കും കേട്ടോ. അത് ഇനിയിപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം കഴിക്കാമല്ലോ. അപ്പം അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഇഡലി ഉണ്ടാക്കും. എനിക്കും മക്കൾക്കൊക്കെ എന്താ പറയുക ദോശകളോടാണ് താല്പര്യം, ഇഡലിനോട് വലിയ താല്പര്യമില്ല. ഇന്ന് കുറച്ച് വെറൈറ്റി പിടിക്കുന്നുണ്ട്. ഇന്ന് മസാല ഉണ്ടാക്കുന്നുണ്ട്, അതായത് മസാല ദോശേൻ്റെ മസാല, പിന്നെ അതുപോലെ ചട്നി, സാമ്പാർ ഉണ്ടാക്കിയാൽ എന്താ ഉച്ചയ്ക്കും കൂട്ടാം. അപ്പോൾ ചട്നി കുറേ ആയി ഉണ്ടാക്കിയിട്ട് തേങ്ങ ഉണ്ടല്ലോ, അപ്പോൾ ചട്നി ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു. പുതിനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും മസാലയ്ക്കുള്ള കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് പരിപ്പ് അടുപ്പത്ത് വയ്ക്കണം സാമ്പാർക്കുള്ളത്. ചില നേരത്തേക്ക് നല്ല വൈബാണ്, എല്ലാം ഉണ്ടാക്കാൻ തോന്നും. ചില നേരത്തോ ഒന്നും ഉണ്ടാക്കണ്ട, അവിടെ കടന്നോട്ടിരുന്നു. പിന്നെ ഇപ്പം അങ്ങനെ കരുതിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, എന്ത് കരുതിയാലും നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ. പിന്നെ കിഴങ്ങ് അങ്ങോട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അങ്ങനെ പുഴുങ്ങിയതാണ്. ഒരു 2 വിസിൽ അത്ര ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മളൊന്ന് വരാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ ആ ഒരു കുക്കറിൽ തന്നെ ഞാൻ വേഗം പരിപ്പും കൂടെ വെച്ചിട്ടോ. അങ്ങനെ പരിപ്പ് അവിടെ വെന്തോട്ടെ എന്നുള്ളതിൽ അങ്ങനെ പരിപ്പും കൂടെ വെക്കുകയാണ്. ഇപ്പുറത്ത് ചായയും വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒന്നൊരു ജഗ പൊക്കെയാണ്. ജഗ പൊക്കെയാണ്. അപ്പം അതിൻ്റെ തേങ്ങ പൊളിക്കുന്നുണ്ട്. എൻ്റെ പടച്ചവനെ നമ്മളെ സമ്മതിക്കണമല്ലേ, രാവിലെ എന്തൊക്കെ പണിയാണ്. പക്ഷെ എത്ര എടുത്താലും അവസാനം പറയും, എന്താ പറഞ്ഞിട്ട് ഇവിടെ എടുത്തത്, ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവും. ഈ ചോദ്യം കേൾക്കാത്തവരെ ആരും ഉണ്ടാവില്ല. ഒട്ടുമിക്ക വീട്ടിലും സ്ത്രീകൾ കേൾക്കണൊരു ചോദ്യമാവത്, എന്താ ഇത്രത്തോനെ പണി, എന്താ ഇവിടെ അത്ര മലമറിക്കാൻ, അങ്ങനെയല്ലേ. അങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിച്ച് വെള്ളം ഞാൻ തന്നെ കുടിക്കുക കേട്ടോ. മക്കളൊന്നും നീക്കാത്തതുകൊണ്ട് ഓടി വരാൻ ആരുമില്ല, അപ്പം ഞാൻ തന്നെ കുടിക്കുകയാണ്. അല്ല പിന്നെ ഓലുണ്ടാകുമ്പോൾ നമുക്ക് കിട്ടൂല. അപ്പം എന്തായാലും ഞാൻ തന്നെ കുടിച്ചു. ഞങ്ങൾ ചിലവതാണ് കേട്ടോ. ഇതും വരുന്ന ചിലവണ സുഖം, എനിക്ക് വേറെ നിന്ന് ചിലവേലൊന്നും കിട്ടൂല. അപ്പം ഇതൊരു വേറെ വൈബാണ്. അപ്പം അങ്ങനെ അപ്പത്തിന് എൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചായക്ക് ഞാൻ പൊടിയൊക്കെ ഇടുകയാണ്, പട്ടയും പിന്നെ അതുപോലെ ഏലക്കായൊക്കെ ഇട്ട് ശേഷം പിന്നെ നമ്മൾ ചായപ്പൊടി ഇടുകയാണ്. എപ്പോഴേലൊക്കെ ഒരു ചായ അടിയാണ് കേട്ടോ. ഇനി തേങ്ങ അരക്കട്ടെ അപ്പക്കിന്. അപ്പം തന്നെ ഞാൻ തേങ്ങയും ഇഞ്ചിയും അതുപോലെ നമ്മളെ പുതിനയും കൂടെ ഇട്ടിട്ടൊന്നിട്ട് അരച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ അത് അരക്കൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് വെളുത്തുള്ളി ഇട്ട് വറ്റൽമുളക് ഇട്ട് നമ്മളെ അരപ്പും കൂടെ അതിക്കോട്ട് പാർന്നാൽ നമ്മുടെ ചട്നീൻ്റെ ആ ഒരു സംഭവം റെഡി ആയിട്ടോ. നമ്മൾ തേങ്ങാ ചട്നി കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത്. മക്കൾക്ക് ഇഷ്ടമാവുമോ എന്ന് എനിക്ക് വലിയ ഐഡിയ അല്ല. എന്തായാലും ഓൽക്കത് ആദ്യമായിട്ടാവും ഒരു കഴിക്കുന്നുണ്ടാവുക. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഞാൻ, തേങ്ങ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കിഴങ്ങിനുള്ള മസാലയും കൂടെ ആയിട്ടോ, അതായത് മസാല കൂട്ടാനുള്ള മസാലയും കൂടെ അല്ല അതും കൂടെ ഞാൻ ഇതാക്കാണ്. വറ്റൽമുളകും കടുകും പിന്നെ അതുപോലെ നമ്മളെ പരിപ്പ് ഉഴുന്ന് പരിപ്പല്ല കേട്ടോ, മറ്റേ പരിപ്പുണ്ടാവില്ലേ, അതും കൂടെ ഇട്ടിട്ടൊന്ന് തൂമിക്കുകയാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ആ ഒരു പുഴുങ്ങി ഉടച്ച് വെച്ച ആ ഒരു സംഭവം കൂടെ ഇട്ടാൽ നമ്മൾ ആ ഒരു മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാവും കേട്ടോ.
പിന്നെ ഇത് ഉണ്ടാക്കുന്ന ഇടയിലാണ് ഞാൻ തേജുട്ടൻ്റെ അടുത്ത് പോയത് കേട്ടോ. അപ്പോൾ അവൻ്റെ മേടിക്കൂടെ ഒരു ജാതി ചൊറി പോലെ പൊങ്ങിയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആകെ ഒരു മന്ദപ്പായിട്ടോ. പിന്നെ എനിക്കൊന്നും ഉണ്ടാക്കാല്ല, ആ ഒരു മൂടോട് പോയി. എന്ത് പറയണേ, പിന്നെ എനിക്കൊന്നും ഉണ്ടാക്കാനായിട്ട് തോന്നിയില്ല. അതങ്ങനെ തന്നെയാണ്, നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനൊരു ഇതുണ്ടാവില്ലല്ലോ, സുഖം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി തുടങ്ങി എന്നുള്ളതിലാണ്, പിന്നീട് പൂർത്തിയാക്കണ്ടേ എന്നുള്ളതിൽ അങ്ങനെ നിൽക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ കരിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ കരിയണമുണ്ട്. പിന്നെ കരിയണമെന്ന് എനിക്ക് നോക്കാൻ നേരമല്ല, എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റി എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ എൻ്റെ പരിപ്പൊക്കെ അല്ലേ, അതൊക്കെ അത്യാവശ്യം കളറൊക്കെ മാറിയിട്ടുണ്ട്, കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അപ്പുറത്തേക്ക് പോയി അവനെ നോക്കിയതുകൊണ്ടുള്ള ആ ഒരു കരിച്ചലാണത്. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ അങ്ങോട്ട് ഒപ്പിച്ചെടുത്ത് എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആക്കണ്ടേ എന്നുള്ള വിധത്തിലാണ് ഞാൻ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ആക്കണത്. എന്തായാലും ഉറുമ്പെന്തോ കടിച്ചതാണെന്നുള്ള ഭാവത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ വിളിച്ചിട്ടൊന്നും എണീക്കുന്നില്ല, നീക്കട്ടെ എന്നുള്ള ഇതിലൊന്നും നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ എന്തായാലും ദോശ കഴിക്കട്ടെ, സാമ്പാർ, അതുപോലെ തന്നെ ചട്നി, മസാല, ഇത്രയും സംഭവങ്ങളാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവ വികാസങ്ങൾ. ഇനി ഞാൻ മോൾക്കുള്ളതും കൂടെ ഒന്ന് പരത്തി സെറ്റാക്കി കൊടുക്കട്ടെ. ഓള് കുളിയൊക്കെ കഴിഞ്ഞ് പോവാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഓക്കും കൂടെ കഴിക്കാൻ കൊടുത്താൽ ഓക്കെ ആയി. സ്കൂളിലേക്ക് പോകുന്ന ടൈമിലൊക്കെ കഴിക്കാനൊന്നും നേരം ഉണ്ടാവില്ല കേട്ടോ. 10 മണിക്ക് പോയാൽ മതി. പക്ഷെ എന്നാലും ഓൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ നിൽക്കും. അങ്ങനെ പോകാനാവുമ്പോഴേക്കും ഓൾക്ക് കഴിക്കാൻ നേരം ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് നെയ്യൊക്കെ ഒന്ന് ഇങ്ങനെ ഇട്ടിച്ചെടുത്ത് പിന്നെ നമ്മളെ മസാല അല്ലേ അതും കൂടെ ആക്കിയിട്ട് വെച്ചാൽ സെറ്റാവും കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു മസാല ദോശ. പക്ഷേ ഇത് ഞാൻ കരുതിയ പോലെ ഒന്നും ആയിട്ടില്ല. എന്നാലും കൊന്ന ഭാവം തിന്ന് തീർക്കണ്ടെന്നുള്ള ഭാവത്തിൽ അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കുകയാണ്. അതാണ് നമ്മൾ വിചാരിക്കാൻ പോലെ ആയിട്ടില്ലേ, പിന്നെ നമുക്കൊരു ഇതുണ്ടാവില്ല, മനസ്സിൽ വേറൊരു ചിന്തയും വെച്ച് പാചകം ചെയ്താൽ റെഡി ആവില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കേട്ടോ, സബും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക.